8ാം ക്ലാസ്സിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ. ആദ്യമായിട്ട് ഞാൻ അല്പസമയം മീറ്റിംഗ് തുടങ്ങാൻ വൈകിയതിൽ ക്ഷമ ചോദിക്കുകയാണ്. ഇതുപോലെ ഒരു പ്രോഗ്രാം ആദ്യമായിട്ടാണ്. നമുക്കൊന്നും കേട്ടുകേൾവി ഇല്ലാത്തതാണ്, എനിക്ക് പരിചയമില്ല. ഈ സ്കൂളിൽ ഞാൻ 32 വർഷമായിട്ട് അധ്യാപകനായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതൊരു ചരിത്രം തന്നെയാണ്. 8ാം ക്ലാസ്സിലെ കുട്ടികൾ 8 വരെ കുട്ടികൾ പാസ്സാവും. നമ്മുടെയൊക്കെ ധാരണ ഇതായിരുന്നു, 8 വരെ തോൽപ്പിക്കാൻ പറ്റില്ല. 9ഉം 10ഉമാണ് നിയമപരമായിട്ട് വ്യവസ്ഥ പ്രകാരം കുട്ടികളെ ഡീറ്റെയിൻ ചെയ്തിട്ട് അതേ ക്ലാസ്സിൽ തന്നെ ഇരുത്താൻ പറ്റുക. വിദ്യാഭ്യാസ അവകാശ നിയമം, പ്രാഥമിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് 8 വരെയുള്ള ഓൾ പ്രൊമോഷൻ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സംഗതി. ഇപ്പൊ കുട്ടികൾ ഇവിടെ ഇല്ല, രക്ഷിതാക്കളാണുള്ളത്, ഞങ്ങളും അധ്യാപകരും. അവരറിയാതെ നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും. അതാണ് കുട്ടികളോട് വരണമെന്ന് പറയാതിരുന്നത്. നമുക്ക് കുട്ടികളെ ജയിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മളുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യം. തോൽപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ ലക്ഷ്യമേ അല്ല. ആ ഒരു കാര്യത്തിൽ നിന്നാണ് ഓൾ പ്രൊമോഷൻ എന്നുള്ളത് ഇങ്ങനെ കാലാകാലത്തിൽ പല രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ ജയിക്കുന്ന കുട്ടികളുടെ ക്വാളിറ്റി, അതിനെപ്പറ്റി നിങ്ങൾക്കൊക്കെ ധാരാളം പറയാനുണ്ടാവും. എനിക്കുമുണ്ട് കുറെ കാര്യങ്ങൾ പറയാൻ. പേഴ്സണലായിട്ട് കുറെ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഒഫീഷ്യലി എനിക്ക് പറയാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങളോടുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനും സാധിക്കുകയുള്ളൂ. എല്ലാവരും ജയിപ്പിക്കുന്നതുകൊണ്ട് ഇത് ക്വാളിറ്റി കുറഞ്ഞു എന്ന അഭിപ്രായം ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈവന്തിക്കൂ. ഈ ഓൾ പ്രൊമോഷൻ കാരണം കുട്ടികൾക്ക് വിവരമില്ല, കുട്ടി ജയിക്കുന്നു. തുറന്നു പറഞ്ഞു, നമ്മളൊരു വെറുതെ ഒരു സംവാദം. നമ്മുടെ നാടാണിത്, നമ്മുടെ പൂക്കളത്തൂര്, നിങ്ങൾ പഠിച്ച സ്കൂളാണ്, ഞാൻ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകനാണ്, ഇപ്പൊ ഇതിന്റെ മേധാവിയായിട്ടിരിക്കുന്നു. എൻ്റെ മനസ്സിലുള്ള ആഗ്രഹവും എൻ്റെ പ്രവർത്തനങ്ങളും കുട്ടികളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് തന്നെയാണ്. ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു രീതി കൊണ്ട് എന്ന അഭിപ്രായമുള്ളവരില്ല അല്ലെ? ആരും കൈബന്ധിച്ചില്ല. ഉണ്ട്, കുറെ കൈകൾ പൊങ്ങുന്നുണ്ട്. പൊങ്ങുന്ന കൈകൾ കൂടുതലായി വരുന്നുണ്ട്. ഇതിനെന്താ പരിഹാരം? കുട്ടികളെ തോൽപ്പിക്കുക. നിങ്ങളുടെ കുട്ടികളെ ഇപ്പോ നിങ്ങൾ വന്നിരിക്കുന്നത് തോറ്റ കുട്ടികളുടെ രക്ഷിതാക്കളല്ല. നിങ്ങൾ 30% കുറവ് ഒരു വിഷയത്തിനെങ്കിലും ഉള്ള കുട്ടികളുടെ രക്ഷിതാക്കളാണ്. ചിലപ്പോൾ ഒരു വിഷയത്തിനായിരിക്കും, ഒരു വിഷയത്തിന് E ഗ്രേഡ് കിട്ടിയവരൊന്ന് കൈബന്ധിക്കും. കുറെ പേരുണ്ട്. ഒറ്റ ഒന്നാണ് നമ്മുടെ ലക്ഷ്യം. ആ കുട്ടിക്ക് ആ വിഷയത്തിൽ ഹിന്ദി ആയിരിക്കും, അത് ഇന്ന് പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും, സംസ്ഥാനത്ത് മുഴുവൻ അതാണ്. അതിന്റെ കാരണം എന്തെന്ന് കൃത്യമായിട്ട് ഞങ്ങളുടെ ഹിന്ദി അധ്യാപകരുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദി സബ്ജക്ട് കൗൺസിലിൽ ഞാൻ ഇടപെടുന്നുണ്ട് ഈ കാര്യം പറഞ്ഞിട്ട്. ഓരോ സബ്ജക്റ്റിനും ഒരു കൗൺസിൽ ഉണ്ട്, അത് മീറ്റിംഗ് ചേരാറുണ്ട്, എന്നിട്ട് കാര്യങ്ങൾ വിലയിരുത്തണം. ഇതൊക്കെയാണ്, അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ സ്കൂളിൽ. പക്ഷെ ആ വിഷയത്തിൽ കുറവാണ്. അപ്പൊ ആ കുട്ടിയെ തോൽപ്പിക്കാൻ പറ്റുമോ? ഹിന്ദിക്ക് മാർക്കില്ല, അതുകൊണ്ട് ആ കുട്ടിയെ 8ൽ ഇരുത്തുക, അത് വളരെ ക്രൂരമല്ലേ? അല്ലേ? അല്ല അല്ല പഠിച്ചിട്ട് തന്നെ കയറാൻ പറ്റുള്ളൂ. അതായത് ഈ ഒരു രക്ഷിതാവ് ഞാനും ചിന്തിക്കാറുണ്ട് അങ്ങനെ. നമ്മള് പുതിയ ചിന്താഗതിക്കൊപ്പം എത്തിയില്ല എന്നുള്ളത് പറയേണ്ടി വരും. അതല്ല നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് കുറെ വർഷങ്ങളായിട്ട് അതല്ല. ഇങ്ങനെ തോറ്റത് കൊണ്ട് ഇപ്പൊ എന്റെ തലമുറയിൽ എനിക്കറിയാം, എന്റെ കൂട്ടുകാർ, എന്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച പലരും 8ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയിട്ടുണ്ട്, 9ൽ നിർത്തിയിട്ടുണ്ട്, 10ലും നിർത്തിയിട്ടുണ്ട്. 10ൽ തോറ്റു. 10ൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് വലിയ ഇതാണ്. ഞാൻ ചെറുപ്പക്കാരായ രക്ഷിതാക്കളെ കാണുന്നുണ്ട്, അവരെയല്ല ഉദ്ദേശിക്കുന്നത്. കുറച്ച്, അതായത് 90-ന് മുമ്പ്, 1990 മുമ്പ്, ഞാൻ 86-ൽ SLC എഴുതിയതാണ്. 90-95 വരെ 10ാം ക്ലാസ് ജയിക്കുന്നവരുടെ എണ്ണം കുറവായിരുന്നില്ലേ? 24% ഇവിടെ. ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, 24%. അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നു. എല്ലാവരും ജയിച്ചു. കഴിഞ്ഞ വർഷം സ്കൂളിൽ എല്ലാവരും ജയിച്ചു. എങ്ങനെ ജയിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് പലതും പറയാനുണ്ടാവും. പഴയ രീതിയിലാണെങ്കിൽ ഇവരൊക്കെ ജയിക്കും, ഇല്ലാന്ന് ഉറപ്പാണ്.
210 മാർക്ക് കിട്ടണം. ഓരോന്നിനും 50-ൽ 10 മാർക്ക് കിട്ടണം. നമുക്ക് 50-ൽ കിട്ടേണ്ട 10 മാർക്കിൽ 10 മാർക്ക് സിഇക്ക് കിട്ടുന്നു. പിന്നെ 5 30% 15 മാർക്ക്. അത് കിട്ടാൻ എളുപ്പമാണ്. അത് കിട്ടാത്തവര് ഉണ്ടാവില്ല. 5 മാർക്ക് മതി 40-ൽ, 10 മാർക്ക് മതി 80-ൽ. 10ാം ക്ലാസ്സിലെ കാര്യമാണ്. അത് ഉണ്ടാക്കാനുള്ള വഴി നമുക്ക് എളുപ്പമാണ്. അത്തരം കുട്ടികളെ കണ്ടുപിടിച്ച് സ്പെഷ്യൽ കോച്ചിങ്, നിങ്ങൾക്കറിയാലോ. അതല്ല കണക്കാണെങ്കിൽ ചിത്രം വരയ്ക്കാൻ ഉള്ളത്. ചില ചിത്രങ്ങൾ ഒരു ചോദ്യത്തിന് വട്ടം വരയ്ക്കാൻ, വൃത്തം വരയ്ക്കാനുണ്ട്. കുട്ടി വൃത്തമല്ല, അവൻ വട്ടമാണ് വരയ്ക്കുന്നത്. കാരണം അവന് വൃത്തം എന്നുള്ള ആശയം പോലില്ലാത്ത കുട്ടിയായി ജയിക്കുന്നത്. തൊടുവര വരയ്ക്കുന്നത്, ഞാൻ വരയ്ക്കുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളും. അത് ജയിക്കാൻ ഓരോ സബ്ജക്റ്റിനുള്ള ടെക്നിക്കുകൾ ഞങ്ങൾക്ക് അധ്യാപകർക്ക് അറിയാം. സ്ഥിരമായി വരുന്ന ചോദ്യങ്ങൾ അറിയാം, മാതൃക അറിയാം, ചോദ്യം അറിയുന്നതല്ല. ഇങ്ങനെ നമ്മള് 30% കടത്തി വിടാൻ പ്രയാസമില്ല. പക്ഷെ അതൊന്നും ഈ രക്ഷിതാവ് പറഞ്ഞതുപോലെ അതിൽ ക്വാളിറ്റി ഇല്ല. അപ്പൊ ഈ വർഷം 8ാം ക്ലാസ്സിൽ ഒരു പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുക. ആദ്യം ഇത് കണ്ട് തുടങ്ങുകയാണ്. അടുത്ത വർഷം അത് 5-ൽ ഇനി ഏതൊക്കെ ക്ലാസ്സിൽ 9-ൽ എന്ന് പറഞ്ഞു. 30% മാർക്കില്ലാത്ത കുട്ടികളെ കണ്ടെത്തി രക്ഷിതാക്കളോട് അവർക്ക് ആ കുട്ടികൾക്ക് ഒരു പഠന പിന്തുണ. ഈ വാക്കുകളൊന്നും പണ്ടുണ്ടായിരുന്നില്ല. പണ്ട് പഠന പിന്തുണയല്ല, ചൂരലോണ്ട് അടിയായിരുന്നു. പഠന പിന്തുണ കൊടുക്കുക. അതിന്റെ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്നോടിപ്പോ എതിർക്കാൻ, ആശയങ്ങളോട് എതിർക്കാൻ ആഗ്രഹമുള്ള രക്ഷിതാക്കൾ ഉണ്ടാവണത്. നമുക്ക് ഡിബേറ്റ് വേണം, അത്ര വേദികൾ ഉണ്ടാവണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ കുട്ടിക്ക് പഠന പിന്തുണ കൊടുക്കുന്നു. അധ്യാപകർ പഠനം ചോദിക്കുന്നുണ്ട്, നാട്ടുകാർ പഠനം ചോദിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, 1 കൊല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ട് ജയിക്കാത്ത കുട്ടി നിങ്ങൾ ഇനി 10 ദിവസം പഠിപ്പിച്ചാലാണോ ജയിക്കുക? നിങ്ങൾ ചോദിക്കുന്നില്ലേ പലരും ഈ ചോദ്യം? നോക്കൂ, ഒരു സെക്കൻഡ് കൊണ്ട് മനുഷ്യന്റെ മനസ്സ് മാറുന്ന എത്രയോ ചരിത്രമുണ്ട്. ഒരു സെക്കൻഡ് കൊണ്ടാണ് മാറുക. ഒരു സെക്കൻഡ് കൊണ്ട്. എനിക്കറിയാം, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അവൻ പഠിക്കാൻ കുറച്ച് മോശമായിരുന്നു. അവന്റെ അച്ഛൻ ഒരു ദിവസം അവന്റെ വീട്ടിലേക്ക് ഞാൻ ചെന്നപ്പോ എന്നെ ചീത്ത പറഞ്ഞു, ഇനി എന്നെ ഇവന്റെ കൂടെ കണ്ടുപോകരുത്. ഞാൻ വിചാരിച്ചു ഞാൻ അവനെ കേടുവരുത്തി എന്നിട്ട് ഈ അച്ഛൻ പറയണമെന്ന്. അങ്ങനെയല്ല, എന്റെ അച്ഛന്റെ സുഹൃത്തു കൂടിയായ ഇദ്ദേഹം പറഞ്ഞത്, അവന്റെ കൂടെ നടന്നാൽ നീ കേടായി പോകും, ഇനി അവന്റെ കൂടെ എന്നെ കാണരുത്. പക്ഷെ ആ ആൾക്ക് പിന്നീട് ഒരു പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടായ മാറ്റം വളരെ വലുതാണ്. അയാളിപ്പോ UP-യിൽ ലക്നൌവിൽ ഒരു സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്ററാണ്. എന്നെക്കാൾ ശമ്പളം വാങ്ങിക്കുന്ന ജോലിയിൽ. അവന്റെ ഭാര്യ അവിടെ ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്നു. മക്കൾ നല്ല നിലയിൽ പഠിക്കുന്നു. നീറ്റ് എക്സാം എഴുതാൻ പോവുക May 4. അവിടെ വീട് വെച്ചു. അവിടുത്തെ വോട്ടർ പട്ടികയിൽ ആണ് ഇപ്പൊ അവനുള്ളത്. മീൻസ് അവനെ ആ ഒരു എപ്പോഴോ ഒരു സമയത്ത്, തുറന്നു പറഞ്ഞാൽ അച്ഛന്റെ ഒരു വല്ലാത്തൊരു ക്രൂരതയായിരുന്നു. അങ്ങനെ ഉപദ്രവിക്കുകയായിരുന്നു പഠിക്കാത്തതിനൊക്കെ. അവൻ ഒറ്റ നാട് വിടുക ചെയ്തത്. പ്രൈവറ്റ് ആയിട്ട് BCom പാസ്സായി. അവിടെ അവന്റെ ഒരു ബന്ധു ഉണ്ടായിരുന്നു. ഈ അച്ഛന്റെ ബന്ധു തന്നെയാണ്, പക്ഷെ അവരെ സഹായിച്ചു. ആ ആളിൽ നിന്ന് ആ മനുഷ്യൻ, എന്റെ സുഹൃത്തിന് കിട്ടിയ പിന്തുണ കൊണ്ടാണ് അവൻ ഇന്ന് നന്നായിട്ട് ജീവിക്കുന്നത്. എല്ലാ വിഭാഗങ്ങൾക്കും നമ്മുടെ ഭിന്നശേഷി സൗഹൃദമാണ് നമ്മളുടെ സ്കൂള്, അല്ലേ? നമ്മൾ കലാമേള നടത്തുമ്പോൾ അവർക്ക് എക്സ്ക്ലൂസീവ് മേളയുണ്ട്. ആ കുട്ടികളെ നമ്മൾ ഒപ്പം ചേർത്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. സമൂഹത്തിന്റെ തന്നെ ചിന്താഗതി മാറി. ഞങ്ങൾ അധ്യാപകർ, എന്നെ പഠിപ്പിച്ച അധ്യാപക ആ ആളുകളുടെ അധ്യാപകരുടെ ഒരു ചിന്തയല്ല ഞങ്ങൾക്കൊന്നുമുള്ളത്. എന്റെ ക്ലാസ്സിലൊരു അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ശമ്പളം കിട്ടുവിടാ. എന്റെ മനസ്സിലെ അധ്യാപകൻ മരിച്ചു ആ നിമിഷം. ഞാൻ പഠിപ്പിച്ച കുട്ടി പഠിക്കാതെ ഞാൻ വാങ്ങുന്ന ആ ശമ്പളത്തിന് എന്ത് മഹത്വമാണ്. ഞങ്ങൾ അങ്ങനെയാ ചിന്തിക്കുന്നത്. ഇതാണ് പൊതുവികാരം. നമ്മളുടെ ഭരണകൂടം, ഏത് ഭരണകൂടമായാലും, നമ്മുടെ വകുപ്പ്, മിനിസ്ട്രി മാറി വരും, പക്ഷെ അതിൽ സംഗതികൾ ചെയ്യുന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ ഉയരത്തിലിരിക്കുന്ന ആളുകളാണ്. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പാണെങ്കിൽ DGE ആണ്, IAS കാരനാണ്. അതിന് താഴെ എല്ലാ ജില്ലകളിലും DD-മാരുണ്ട്, ഡെപ്യൂട്ടി ഡയറക്ടേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് DEO-മാരുണ്ട് വിദ്യാഭ്യാസ ജില്ലയ്ക്ക്. അത് കഴിഞ്ഞ് ഹെഡ് മാസ്റ്റർമാര്, താഴെ അധ്യാപകരും.
ഇത് ചെയ്യേണ്ടത് അധ്യാപകരാണ്. അപ്പൊ അവിടുന്നാണ് തുടങ്ങുന്നത്. ഏറ്റവും തലപ്പത്തുള്ള ഡയറക്ടർ IAS കാരനായിരിക്കും. കുട്ടികൾ അറിയേണ്ട കാര്യങ്ങളാണ്. ഞാനൊരു അവസരം കിട്ടിയാൽ ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്താണ് നമ്മുടെ സിസ്റ്റം, ഉദ്യോഗസ്ഥ വൃന്ദം, ആ സിസ്റ്റം എന്താണ് എന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കണം. അവരിതൊന്നും അറിയാതെ, നമ്മൾക്കും അതിലൊരു ശ്രദ്ധ വേണം. നിങ്ങൾ ഇപ്പൊ ആലോചിക്കേണ്ടത് കുട്ടികളുടെ പഠന കാര്യത്തിൽ എന്തുമാത്രം ശ്രദ്ധ നിങ്ങൾ പുലർത്തുന്നുണ്ട് എന്നാണ്. സ്കൂളിലേക്ക് വിട്ടാലായി ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങളുടെ അടുത്തേക്ക് ഒരു കൊല്ലം വിട്ടിട്ട് ഇങ്ങനെയാണ് സ്ഥിതി, എന്തിനാ നിങ്ങൾ ഞങ്ങളെന്ന് വിളിച്ചു വരുത്തിയത്? ചോദിക്കാം. ന്യായം ഉണ്ടതില്ലേ കുറെ, അല്ലേ? നിങ്ങളുടെ അടുത്തേക്ക് പഠിപ്പിക്കാൻ വിട്ടതല്ലേ? നിങ്ങൾ പറയുന്ന ഫീസൊക്കെ കൊടുത്തയക്കുന്നില്ലേ? എന്നിട്ട് കുട്ടി 30% അങ്ങോട്ട് വിട്ടിരിക്കുന്നു. നിങ്ങൾ എന്ത് വർത്താനായി പറയുന്നത്? ശരിയാണോ? ശരിയല്ലേ? അല്ലേ? നല്ലൊരു അളവ് വരെ ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എന്തിനും ഒരു പരിധിയുണ്ട്, അല്ലേ? 50 കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ്, അവിടെ അധ്യാപനം പഠിപ്പിക്കുന്നു. അതിനുള്ള ഓരോ കുട്ടിക്കും പിന്തുണ കൊടുക്കാനുള്ള ചില പ്രശ്നങ്ങൾ. പലതരം കുട്ടികൾ ഒരേപോലെയല്ല. എത്ര പറഞ്ഞാലും അവര് അതിനെ കാര്യമായി എടുക്കണമെന്നില്ല. കാരണം കുട്ടികളെ പറ്റി നല്ലൊരു ശതമാനം കുട്ടികൾ എങ്ങനെ പഠനത്തിൽ നിന്ന് രക്ഷപ്പെടാം, എങ്ങനെ വായിക്കാതിരിക്കാം, എഴുതാതിരിക്കാം എന്ന് ചിന്തിക്കുന്നവരല്ലേ? അങ്ങനെയല്ലേ? നമുക്ക് പിടിച്ചിരുത്തേണ്ടി വരില്ലേ? കുട്ടികൾക്ക് ക്ഷമയില്ല. പഠനത്തിന്റെ ഇന്ന് പഠനത്തിന്റെ സ്ട്രാറ്റജികൾ മാറിയിട്ടുണ്ട്. പണ്ട് നമ്മൾ പഠിക്കുമ്പോൾ എന്താ, വായനയും എഴുത്തും മാത്രമേ ഉള്ളൂ. പിന്നെ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ആ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇന്ന് ഈ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷന് കൂടുതൽ സാധ്യത കുട്ടിക്കുണ്ട്. യൂട്യൂബ് ചാനലുകൾ, നല്ല ക്ലാസ്സുകളില്ലേ? നിങ്ങൾ കാണാറുണ്ടാവില്ലേ? സ്കൂളിൽ നിന്നേക്കാൾ നല്ല മനോഹരമായ ക്ലാസ് ആയി കിട്ടുന്നില്ലേ? ഡിജിറ്റൽ ക്ലാസ്സുകളില്ലേ? സ്കൂളിൽ കിട്ടുന്നതിനേക്കാൾ എന്ന് ഞാൻ പറഞ്ഞത് എന്താ പറയാ, സ്കൂളിൽ കുറവ് എന്നുള്ള അർത്ഥത്തിലല്ല. എല്ലാ സാങ്കേതിക വിദ്യകളും തികഞ്ഞ പ്ലാറ്റ്ഫോമിലുള്ള ക്ലാസ്സുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ അതിന്റെ ഗുണമുണ്ട് കാണുന്നുണ്ടോ? അതില്ല. ഞാൻ പറഞ്ഞു വന്നത്, എഴുത്ത് വായന എന്ന 2 ഉപാധികളാണ് പഠനത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കൂടുതൽ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ക്ഷമ എന്നുള്ള ഒരു സംഗതി കുറഞ്ഞിട്ടുണ്ട്. പേഷ്യൻസ്, അതുപോലെ സഹിഷ്ണുതയും. ഒന്നും സഹിക്കാൻ പറ്റില്ല അവർക്ക്. നിങ്ങളൊന്ന് ചീത്ത പറഞ്ഞു നോക്കൂ, ഒന്നുകിൽ അവൻ പൊട്ടിത്തെറിക്കും. എന്റെ അച്ഛൻ എന്നെ ചീത്ത പറഞ്ഞാൽ ഞാനത് ഏറ്റുവാങ്ങി ആ സങ്കടം സഹിച്ച് അച്ഛൻ പറഞ്ഞതിലെ കാര്യം അന്വേഷിച്ച് അതിനെ മറികടക്കാൻ ശ്രമിക്കും. ഇന്നത്തെ കുട്ടി അതല്ല. അവരെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം. പല മീറ്റിങ്ങുകൾക്കും ചില ഉദാഹരണങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും ക്ലാസ് മീറ്റിങ്ങിൽ. അപ്പൊ അങ്ങനെയാണ് ഇരിക്കുന്നത്. സാഹചര്യം ഇതാണ്. കുട്ടികളെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വിനയാവും. അവരെ കേട്ടെങ്കിൽ ഇറങ്ങിപ്പോകും. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറെ കുട്ടികളെ പിടിച്ച കാര്യം ഒരു സ്കൂളിൽ, മുമ്പ് നമ്മുടെ സ്കൂളിലും നമ്മുടെ സ്കൂളിലെയും 1-2 കുട്ടികളെ ദൂരെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിച്ചിട്ട് സ്റ്റേഷൻ മാസ്റ്റർ സ്കൂളിന്റെ അഡ്രസ് സൈറ്റിൽ നിന്ന് നമ്പർ തപ്പിയിട്ട് എന്നെ വിളിച്ചിട്ട് ആ കുട്ടികളെ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഒന്നിനും മടിയില്ല. അവര് കാണുന്ന സോഷ്യൽ മീഡിയയിലായാലും സിനിമയിലായാലും കാണുന്നതൊക്കെ വേഗത കൂടിയതും കാഠിന്യമേറിയതും മനസ്സിന് ആർദ്രത ഒട്ടും ഉണ്ടാക്കാൻ പര്യാപ്തം അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അവന്റെ മനസ്സതിന് പാകപ്പെട്ടു. കുട്ടിക്ക് മാർക്ക് കുറഞ്ഞതിന് നിങ്ങൾ സങ്കടപ്പെട്ടാൽ നിങ്ങളുടെ കുട്ടികളുടെ മനസ്സലിയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അവന്റെ മനസ്സിനെ അങ്ങനെ പാകപ്പെടുന്ന രീതിയിലാണ് ഇന്ന് സമൂഹം ഉള്ളത്. നമ്മളതൊക്കെ കേട്ടുകൊണ്ടിരിക്കുക പല കാര്യത്തിൽ. ഞങ്ങൾ അധ്യാപകർ അതിൽ വലിയ ആശങ്കയുള്ളവരാണ്. മഹബൂബ് മാഷ് ഈ വർഷം സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോവാണ്. എനിക്ക് എന്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പിന്തുണ നൽകുന്ന ഒരു അധ്യാപകനാണ്. ഞാനും 2 വർഷം കഴിഞ്ഞാൽ ഇറങ്ങും. ഈ തലമുറയിലുള്ള ആളുകൾ ഇതിലേക്ക് വരണം. ഇനി മാഷന്മാരായിട്ട് പുതിയ ആളുകൾ, അവര് പയ്യന്മാരാണ്, കുട്ടികളകട്ടില്ലേ. അവർ BEd കഴിഞ്ഞ് PG കഴിഞ്ഞ് ഞങ്ങൾ എങ്ങനെ വന്നു അതുപോലെ വന്നവരാ. അതുപോലെ ഇപ്പൊ 8-ലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഒരു കാലത്ത് ഈ മേഖലയിലേക്ക് വരേണ്ടവരാണ്. നമ്മളുടെ സമൂഹം എങ്ങനെ ആവണം, ഏത് തരത്തിൽ ഇത് നന്നാവണം. അപ്പൊ അവിടെ നമ്മളെ പഠനവുമായി ബന്ധപ്പെട്ട കണ്ടന്റ്
വിഷയങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമുക്ക് ഇന്ന് കൂടുതൽ കാര്യങ്ങളൊന്നും മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ സമയമില്ല. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ്, നമ്മളുടെ 8ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ള സ്ഥിതി വിവര കണക്ക്, അതിന്റെ ഒരു തെളിവാണ് ഇവിടെ ഇപ്പൊ കാണുന്നത്. ഇവിടെ തീർന്നില്ല, 2 ക്ലാസ്സുകളിലൂടെ രക്ഷിതാക്കൾ ഇരിക്കുന്നുണ്ട്, ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം വന്ന് നിങ്ങളായതുകൊണ്ട് ഇവിടെയാണ് തുടങ്ങുന്നത്. അപ്പോ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് കണക്കുകളിലൂടെ, യഥാർത്ഥ കണക്കുകളിലൂടെ നിങ്ങളിന്ന് മനസ്സിലാക്കിയാൻ വേണ്ടി, ഈ മേഖലയിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് മഹബൂബ് മാഷ്. അപ്പൊ എന്താണ് സ്റ്റാറ്റസ് കോ എന്ന് പറയുന്നത്? ഇപ്പോ നിലനിൽക്കുന്ന അവസ്ഥ 8ാം ക്ലാസ്സിൽ എന്തുകൊണ്ടാണ് 8ൽ ഇതെന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ പദ്ധതികൾ എന്താണ്? നാളെ മുതൽ ഇവിടെ ക്ലാസ് ആണ്, ഓരോ വിഷയങ്ങൾക്ക്. അത് ഏത് വിഷയത്തിനാണോ, ഒരു കുട്ടിക്ക് ഹിന്ദി മാത്രമേ ഉള്ളൂ, അപ്പൊ ഹിന്ദിന്റെ അന്ന് മാത്രം വന്നാൽ മതി. ഒരു കുട്ടിക്ക് എല്ലാ വിഷയങ്ങളും ഈ ആണ്, കുട്ടി എല്ലാ ദിവസവും വരണം. ആ പ്രസൻസ് എനിക്ക് പറയാനുള്ളത്, ഹെഡ്മാസ്റ്റർ എന്ന രീതിയിൽ ഇവിടെ നടക്കുന്ന ഈ പ്രവർത്തനത്തിന് നിങ്ങൾ കുട്ടികളെ എത്തിക്കണം. പിന്തുണാ ക്ലാസ്സുകൾ എന്നാ പറയും. അതിനുശേഷമുള്ള റീടെസ്റ്റ്, ചെറിയൊരു ടെസ്റ്റേ നമ്മൾ നടത്തുകയുള്ളൂ, വലിയ ചോദ്യങ്ങളൊന്നും. അവരെ ഒന്ന് സന്തോഷിപ്പിക്കാം, എല്ലാവരും നമുക്ക് ജയിപ്പിക്കാം. അവരോട് പറയണ്ട, നിങ്ങൾ പറയാ മാഷ് പഠിക്കണമെന്ന്, അവർ പഠിക്കട്ടെ. അവരോട് എന്താ പറയേണ്ടത്? അവരെ വിളിക്കാത്തതിന്, പഠിച്ചില്ലെങ്കിൽ തോൽപ്പിക്കുന്ന മാഷ് പറഞ്ഞ 8 തന്നെ എത്തേണ്ടിയിരുന്ന ഒരു വിശ്വസിച്ചോടും ഒരു പഠിക്കും. ആ പഠിത്തം അവർക്ക് ഗുണം ചെയ്യട്ടെ. അതിന് നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം, കുട്ടികളുടെ കൂടെ നിൽക്കരുത്. എല്ലാവരും നമുക്ക് ജയിപ്പിക്കാം. അത് നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമം പറയുന്നതാണ്. ഇത് എന്തിനു വേണ്ടിയാ പിന്നെ? എല്ലാരും ജയിപ്പിക്കാനാണെങ്കിൽ നിങ്ങൾ എന്തിനായി പഠിക്കണം? നിങ്ങൾ ആർക്കെയും ഇപ്പൊ തോന്നുന്നുണ്ടോ? ഇല്ല, കുട്ടികൾ മനസ്സിലാക്കട്ടെ. അവർക്കൊരു ഇപ്പൊ വല്ലാതെ അയഞ്ഞ് അവരിങ്ങനെ അപ്പുപ്പനാടി പോലെയാണ് പോണത്. ഒരു പിടുത്തം, അപ്പുപ്പനാടിന്റെ ആ മൂട്ടിലുള്ള അതില്ലേ, ഒരു തണ്ടില്ലേ, അതിൽ ഒരു പിടുത്തം നമുക്ക് പിടിക്കുക, നിങ്ങളും ഞങ്ങളും. കാര്യങ്ങൾ മഹബൂബ് മാഷ് കുറച്ചുകൂടെ നന്നായിട്ട് വിശദീകരിക്കും. ഗുഡ് മോർണിംഗ്.